ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സാറ്റർഡേ ആണ്. രാവിലെ യൂട്യൂബ് വർക്കില്ല. ബ്രേക്ക്ഫാസ്റ്റും വളരെ ലളിതമായിട്ട് ഒരു പുട്ട് മാത്രമാണ് പഴം കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് രാവിലെ ഒരുപാട് സമയമുള്ളതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചോണ്ടിരിക്കണേ. അപ്പോൾ ഇനി കുറച്ച് ചെറിയ ഉള്ളിയും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് പൊളിച്ച് എല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ചതിന് ശേഷം വേസ്റ്റ് നമ്മൾ കളഞ്ഞ് ഒതുങ്ങി ഇരിക്കും ഫ്രിഡ്ജിലപ്പം, വേസ്റ്റ് എല്ലാം പോയതിന് ശേഷം. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടാ. അപ്പോഴാണ് അത് ക്ലീൻ ചെയ്തല്ല എന്നുള്ളൊരു ധൈര്യത്തിൽ ഞാൻ വിചാരിച്ച് ഇന്ന് ചിക്കൻ 65 ഉണ്ടാക്കാം. കാരണം വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കുറച്ചധികം വേണതിന്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ച സ്ഥിതിക്ക് ഇതങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും ഒരു മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും കോൺഫ്ലവറും കൂടിയിട്ടാണ് മിക്സ് ചെയ്യണത്. അല്ലാതെ വേറെ മസാലപ്പൊടികളൊന്നും ഇതിനകത്ത് ചേർക്കണില്ല. കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ്. എന്നിട്ട് കഴുകി വെച്ച ചിക്കൻ ബ്രസ്റ്റും, പിന്നെ ചിക്കൻ ബ്രസ്റ്റ് കുറച്ച് ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഇവർക്ക് 2 പേർക്കും ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 ചിക്കൻ ലെഗ് പീസ് കൂടി ഞാൻ ഇട്ട്. അത് റോജറേ കഴിക്കുള്ളൂ കേട്ടോ, റിച്ചാർഡ് ലെഗ് പീസൊന്നും കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് 2 ചിക്കൻ ലെഗ് പീസും കൂടി ഇട്ട് 4 ചിക്കൻ ലെഗ് പീസിൽ 2 എണ്ണം റൂബിക്കും വേവിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ റിച്ചാർഡിന് ഇത് ചിക്കൻ ബ്രസ്റ്റും റോജറിന് അതിനകത്തുനിന്ന് കൊടുക്കാം, പിന്നെ ലെഗ് പീസ് കൊടുക്കാം. ആ ഒരു രീതിക്ക് അത് മാരിനേറ്റ് ചെയ്തവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഏതായാലും വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചേക്കണല്ലേ, അപ്പോൾ ആവശ്യത്തിന് അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്ത്. അപ്പോൾ നമുക്കിതിനകത്ത് ഈ 4 കൂട്ടം സാധനങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു സംഭവം. പിന്നെ ആ എടുത്ത് വെച്ചേക്കണത് വറുത്തരക്കാൻ, ഒന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ അത്രയും സാധനങ്ങൾ അരിഞ്ഞ് പെറുക്കി അവിടെ വെച്ച് അതിനുശേഷം നമ്മൾ പുലാവ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ പുലാവിന് വേണ്ടിയിട്ട് റൈസ് ഞാൻ വെറുതെ ഉപ്പിട്ടങ്ങോട്ട് വേവിക്കണേനെ. റൈസ് ഉപ്പിട്ട് വേവിച്ചവിടെ വെച്ചതിന് ശേഷം സാവധാനം പച്ചക്കറികളൊക്കെ ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഉരുളക്കിഴങ്ങ്. ഇപ്പോൾ തന്നെ ഉരുളക്കിഴങ്ങ് മൊത്തത്തിൽ മധുരം തന്നെയാണ്. മിക്ക ആളുകളും പറയുന്നത് മധുരമാണെന്നാണ് ഉരുളക്കിഴങ്ങിന്. ഇവിടെ കിട്ടണ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ഒരുപാട് നാളായിട്ട് മധുരത്തിലുള്ള ഉരുളക്കിഴങ്ങിനെ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതാണ് ഇന്ന് നിലത്താനൊക്കെ പോകണം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പപ്പക്ക് ആദ്യം തന്നെ പപ്പട നേരമായി കൊടുക്കാനായിട്ട്, കാരണം പിള്ളേരെല്ലാവരും ലേറ്റായിട്ടാണ് കഴിച്ചത് ശനിയാഴ്ച ചെയ്തുകൊണ്ട്. റോജറും വളരെ ലേറ്റായിട്ട് എഴുന്നേറ്റ് വന്നത്, അതുകൊണ്ട് അവർക്ക് ഉച്ചക്കത്തെ ഭക്ഷണം താമസിച്ച് മതി. പപ്പയാണ് ഏറ്റവും ആദ്യം കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പപ്പക്ക് വേഗം കറികൾ ഉണ്ടാക്കണേ. അപ്പോൾ ഇന്ന് വേറെ ചിക്കനല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് വയ്യാത്ത ഒരു മീൻ വെട്ടാനുള്ള ഒരു ആരോഗ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഷാജി വന്നിട്ട് മീനും മേടിച്ചിട്ടില്ല. 2 പ്രാവശ്യം ഷാജി വന്നിട്ടും തിരിച്ച് വിടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആകെയുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതൊന്ന് ഒലത്തിയിട്ട് ഒരു മുട്ടയും താളിച്ചെടുത്ത് തൈരും കൂടി കൂട്ടിയിട്ട് പപ്പകങ്ങൾ ആദ്യം തന്നെ ചോറ് കൊടുക്കാമെന്ന് വെച്ച്. ഒന്നാമത് പപ്പക്ക് പല്ലിൻ്റെ ഒരു പ്രശ്നത്തിൽ പപ്പ കുറച്ചധികം ദിവസമായിട്ട് അതിൻ്റെ ചെക്കപ്പ് കാര്യങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പല്ല് ഇങ്ങനെ നീരും അതുപോലെ ഇൻഫെക്ഷനുമായിട്ടൊക്കെ ഇരിക്കുന്നത് കൊണ്ട് പല്ലിൻ്റെ ഇൻഫെക്ഷൻ മാറ്റിയിട്ട് അത് വളരെ ചെറിയൊരു ഭാഗമേ ബാക്കിയുള്ളൂ പല്ലെന്ന് പറയാനായിട്ട്. അതുകൊണ്ട് അതിൽ റിച്ചാർഡപ്പം കുറേ നേരത്തെ പണ്ട് മുതലേ വിളിക്കുന്നതാണ് ഫേസ് സെറ്റിൽ പോയിട്ടത് ചെയ്യാമെന്ന്. പക്ഷേ ഫേസ് സെറ്റിൽ പോയി ചെയ്യാനുള്ളതൊന്നും അത് പല്ലിലില്ലെന്നാണ് പപ്പ പറഞ്ഞത്. കാരണം ഒരു കുഞ്ഞ് പീസ് മാത്രമൊക്കെ ബാക്കിയുള്ളൂ. അപ്പോൾ അത് എടുത്ത് കളയാൻ പപ്പയ്ക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ പപ്പ പണ്ടും പപ്പയുടെ അമ്മയും പപ്പയൊക്കെ ഇങ്ങനെ പറയും, നമ്മളുടെ പല്ല് ഇളകിപ്പോകുന്ന പോലെയല്ല പറപ്പിച്ച് കളയുന്നത്, അത് നമ്മൾക്ക് തലക്ക് കേടാണ്, ഞരമ്പുകളൊക്കെ പൊട്ടിയൊക്കെ പോകുന്നതല്ലേ, അപ്പോൾ അത് തലക്ക് കേടാണ്, അതുകൊണ്ട് പല്ല് എടുപ്പിച്ച് കളയരുത് എന്നെപ്പോഴും ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞത് തന്നെയാണ് പപ്പ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. പപ്പയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല പല്ലെടുത്ത് കളയണം. വേദന സഹിച്ച് എങ്ങനെ നടക്കും. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് തന്നെ എത്രയോ നാളുകളായി പപ്പയ്ക്ക് കിടക്ക് പല്ല് വേദനയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതിനൊരാശ്വാസമായിട്ടുണ്ട്. പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇനി അത് എടുത്ത് കളയാനാണ് പോണത്. 2 പല്ല് ഒന്നിച്ചെടുക്കാൻ പോണത്. അത് 9-ാം തീയതി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലഡ് ടെസ്റ്റുകൾ പലതും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസങ്ങളിലായിട്ട് പപ്പ ഇപ്പോൾ എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ ആ സമയത്ത് പപ്പക്കും പോകേണ്ടിയിരുന്നു. എന്നെ കൊണ്ടുവന്നാക്കിയിട്ട് പപ്പയുടെ കാര്യത്തിന് പോകുമായിരുന്നു. അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇല്ലേ, നമ്മളുടെ ചിക്കൻ 65ക്ക് വേണ്ടിയിട്ട് നമ്മൾ വെജിറ്റബിൾ ഓയിലിൽ ഞാൻ നേരത്തെ എടുത്ത് വെച്ചാൽ വെളുത്തുള്ളിയും വറ്റൽ മുളകും കൂടിയിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ചൂടാക്കി എടുത്തെന്ന് പറയാം.
അതിൻ്റെ കളറും മാറിപ്പോകരുത്, കരിഞ്ഞൊക്കെ ഒന്നും പോകരുത്, അതിൻ്റെ രുചിയൊക്കെ മാറിപ്പോവും. അപ്പോൾ അങ്ങനെ അതൊന്ന് ചെറിയ രീതിയിൽ അതിൻ്റെ പുറം വശം മാത്രം ഒന്ന് അതിന് ശേഷം വേഗം ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് എടുത്തിട്ട് ഒന്ന് അരക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അങ്ങനെ ചെയ്തത്. അല്ലാതെ ഒരിക്കലും അതിൻ്റെ കളറൊന്നും മാറ്റിക്കളയരുത് കേട്ടോ. അപ്പോൾ ആ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് വറുക്കണത്. അപ്പോൾ റോജർ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കണേ കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എന്ത് വയ്യായികയാണെന്നുണ്ടെങ്കിലും നമ്മൾ എഴുന്നേറ്റിട്ട് ചെയ്യും. പക്ഷേ 2 ദിവസമൊക്കെ ഞാൻ ആകെപ്പാടെ അവസ്ഥയായിരുന്നു. ആ സമയത്തൊക്കെ ഇവർ പുറത്തുനിന്നൊക്കെ മേടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ചേട്ടാ. അപ്പോൾ അങ്ങനെ എപ്പോഴും മേടിച്ചും കഴിച്ചും നിൽക്കണ കാണുമ്പോൾ എനിക്ക് കിടക്കാൻ തോന്നില്ല. കാരണം എത്ര രൂപയാണ് ഒന്നാമത് ചിലവാകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുതന്നെ കഴിക്കാമല്ല, അങ്ങനെയുള്ളൊരു ചിന്തയിൽ നമ്മൾ എഴുന്നേറ്റിട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് വലിയ കുഴപ്പമില്ല. അതുവരെയും എനിക്ക് തലകറക്കവും ഛർദിലും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളെന്ന് അറിയാൻ പറ്റുക. അപ്പോൾ അത് അനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തലയൊക്കെ നേരെയായി, കണ്ണൊക്കെ നേരെയായി. അതുവരെ കണ്ണൊക്കെ ഇങ്ങനെ മറിഞ്ഞു പോകുക അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഞാൻ റോജറിനെയും കൂടി ഹെൽപ്പ് ചെയ്യാൻ വിളിച്ച് റോജർ എനിക്കിതൊക്കെ അരിഞ്ഞു തന്നിട്ടാ. നമ്മുടെ പുലാവിന് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞു തന്നിട്ടുണ്ട്. അതെനിക്ക് വലിയ മടിയായിരുന്നു അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ അവൻ അരിഞ്ഞു തന്നു. ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ റോജർ തന്നെയാണ് അരിഞ്ഞു തന്നത്. അത് ഇത്തിരി വലിയ വലിയ പീസസ് ആയിപ്പോയ കാര്യം അതാണ്. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് ഞാൻ പീൽ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ക്യാരറ്റും എല്ലാം ബീൻസും എല്ലാം ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ട് കൊടുത്തൊന്ന് കട്ട് ചെയ്തോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം വേഗം കട്ട് ചെയ്ത് തന്നിട്ടാ. പിന്നെ അത് വറുക്കാനും ഒക്കെ ആയിട്ട് ആൾ നിന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ആശ്വാസമായി. നമുക്കൊരാളൊന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ ഭയങ്കര ഒരു എനർജി ലെവൽ അങ്ങോട്ട് കൂടണേണ് നമുക്ക്. ഇന്നത്തെ ദിവസം അങ്ങനെയായിരുന്നു എനിക്ക്. ഞാൻ തളർന്ന് നിൽക്കണമായിരുന്നു, വേണ്ട എന്ന് വിചാരിച്ച് നിൽക്കണമായിരുന്നു. പക്ഷേ ഇവനിങ്ങനെ വന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല എനർജിയായി, വേഗം കാര്യങ്ങൾ കഴിഞ്ഞ്. അപ്പോൾ ഏറ്റവും ആദ്യം പപ്പയുടെ ഇത് കൊടുക്കണം. അത് പപ്പക്ക് മരുന്നൊക്കെ ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 9-ാം തീയതി രാവിലെ 9:30 എന്തോണം പപ്പക്ക് പറഞ്ഞേക്കണ സമയം. പക്ഷേ അന്ന് തന്നെ എൻ്റെ ഇത് ചെക്ക് ചെയ്യാനായിട്ട്, ബ്ലഡിൻ്റെ ചെക്ക് ചെയ്യാനായിട്ട് എനിക്കും പോകേണ്ട ഒരു ദിവസമാണ്. പിന്നെ റയൻ വന്ന ദിവസമാണ്. എല്ലാം കൂടി അന്നത്തെ ദിവസം തന്നെയാണ് കേട്ടോ. മൊത്തം ആ ഒരു ഡേറ്റിലാണ് എല്ലാം കൂടി വന്നേക്കണത്. എങ്കിലും സാരമില്ല, എല്ലാവരുടെയും കാര്യങ്ങൾ അങ്ങോട്ട് നടക്കണം. അപ്പോൾ എനിക്ക് വൈകുന്നേരം പോയാലും മതി, കുഴപ്പമില്ല. പപ്പയ്ക്ക് രാവിലെ കറക്റ്റ് ടൈമിൽ അവിടെ പറഞ്ഞേക്കണ സമയത്ത് ചെല്ലണം. അപ്പോൾ ഇന്നിപ്പോൾ ഞാനില്ലേ ഈ തൈരില്ലേ ഫ്രിഡ്ജിൽ ഇരിക്കണതൊക്കെ ഞാൻ സത്യത്തിൽ മറന്നുപോയി. എൻ്റെ പനിയുടെ ബുദ്ധിമുട്ടുകളെല്ലാം കൊണ്ടില്ലേ തൈരൊക്കെ ഫ്രിഡ്ജിലുള്ളത് മറന്നുപോയി. അപ്പോൾ പപ്പയ്ക്ക് ചാറൊന്നുമില്ല, അതിന് 2 ദിവസം ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നാണ് എനിക്കൊരു ബോധം വന്നു, തൈരൊക്കെ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു തൈര് മിൽമയുടെ തൈര് തന്നെ പാക്കറ്റ് തൈര് മേടിച്ചിട്ട് പുറത്തൊരു 2 ആഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ കുറേ നാളായി പുറത്തിരിക്കണമായിരുന്നു. പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം, അത് പൂപ്പലാവും. അപ്പോൾ പൊട്ടിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് പുറത്ത് വെക്കാമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് പുളിച്ചിട്ട് എന്ത് ടേസ്റ്റാണെന്നറിയോ. ഇങ്ങനെ ഈ ഇത്തിരി നമ്മൾ മോര് പോലെ ആക്കിയിട്ട് കഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്തിരി പച്ചമുളകും ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചതിനകത്തേക്ക് ഇട്ടിട്ട് അത് തൈരും ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കണം. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഞാൻ വേഗം ഒരു പാക്കറ്റ് തൈരും കൂടി മേടിച്ച് പുറത്ത് വെച്ചിട്ടുണ്ട്, അതിരുന്ന് പുളിക്കട്ടെ എന്ന് വെച്ചിട്ട്. മിക്കവാറും പുളിയില്ലാത്ത ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു തൈരായിട്ടാണ് സാധാരണ നമുക്ക് പാക്കറ്റ് തൈര് കിട്ടണം. അപ്പോൾ ഇരുത്തി പുളിപ്പിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് പപ്പക്ക് കൊടുത്തത് കേട്ടോ. അപ്പോൾ പപ്പക്ക് വേഗം ഞാൻ ചോറ് എടുക്കണേന് കേട്ടോ. ഒന്നാമത് മരുന്നൊക്കെ ഉള്ളതുകൊണ്ട് വേഗം ഞാൻ എടുത്തിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ പിള്ളേരുടെ പാചകം തുടങ്ങിയിട്ടേ ഉള്ളൂ, അത് ആയിട്ടില്ല ഒന്നും. അങ്ങനെ അത് രണ്ടും കൂടി പപ്പക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവും. ഉരുളക്കിഴങ്ങ് കളിച്ചതൊക്കെ പപ്പക്ക് ഭയങ്കര ഇഷ്ടം, റോജറിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ മുട്ട പൊരിച്ച അതേ പാനിലോട്ട് തന്നെയും നമ്മുടെ പുലാവിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തതും സവാളയും ഇഞ്ചി ചതച്ചത് പച്ചമുളക് സവാള ഇതെല്ലാം കൂടി ഇട്ടിട്ട് വഴറ്റിനുണ്ട്. അപ്പോൾ റോജർ പറഞ്ഞ് ഇത്തിരി ബട്ടർ കൂടി ഇടാം, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ബട്ടർ ഇട്ടുണ്ട്. ആദ്യം നമ്മൾ ഇട്ടത് വെജിറ്റബിൾ ഓയിൽ മാത്രമാണ്, റൈസ് ബ്രാൻ ഓയിൽ മാത്രമാണ്. പിന്നെ അതിനകത്തേക്കൊരു ഇത്തിരി ബട്ടറും കൂടി ഇട്ടിട്ട് അതൊന്ന് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇനി റൈസിൻ്റെ അകത്തേക്ക് അത് ഇടുക. അപ്പോൾ റിച്ചാണ് ഇങ്ങനെ ഒന്നിച്ച് റൈസും എല്ലാം കൂടി ഒന്നിച്ച് വറ്റിച്ചെടുക്കുമ്പോൾ ഇത് പച്ചക്കറികൾ ഒന്നിച്ച് വറ്റിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കളർ ഒരു യെല്ലോ കളർ റൈസിന് പിടിക്കുമെന്ന് പറഞ്ഞിട്ടാണ്, ക്യാരറ്റിൻ്റെ കളറൊക്കെ ഇളകിയിട്ട്. അപ്പോൾ അത് ആണ് ഇപ്പം സെപ്പറേറ്റ് ആയിട്ട് ഞാനിങ്ങനെ വഴറ്റിയിട്ട് ചേർക്കണം കേട്ടോ. ഇതാണ് കുറച്ചും കൂടി ഈസി, കാരണം നമ്മുടെ റൈസ് അവിടെ അങ്ങനെ ഇരുന്നൊന്ന്
ഒന്ന് ഹാർഡായിട്ട് വരും. ആ സമയത്ത് നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടിയാതെയൊക്കെ മിക്സ് ചെയ്തൊക്കെ എടുക്കുകയും ചെയ്യാം. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് റോജർ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് അത് കോരിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് വലിയ ഉപകാരം. അപ്പോൾ ഞാൻ പാത്രം കഴുകാനുള്ളതൊക്കെ ഞാൻ അപ്പുറത്ത് പോയി കഴുകുകയും പിടിക്കുകയൊക്കെ ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ റോജറാണെങ്കിൽ ഭയങ്കര സ്ലോയിലാണ് കേട്ടോ എപ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്യണതേ. പിന്നെ നമുക്ക് സമയമുള്ളതുകൊണ്ട് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ജോലിയിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഇത്തിരി വെളുത്തുള്ളി വറ്റൻമുളകും കൂടി ഒന്ന് വാട്ടി മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു, കരിഞ്ഞു പോകാതെ. അതിൻ്റെ അകത്തേക്ക് ഇത്തിരി നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ നല്ല കളറിന് വേണ്ടിയിട്ട് ഇത്തിരി കാശ്മീരി ചില്ലി പൗഡറും പിന്നെ അതിനകത്തേക്ക് ഗരം മസാലയും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കണം. കാരണം നമുക്ക് ചിക്കൻ വറുത്തതിന് ശേഷം ചെറിയ ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ അത് അരച്ചെടുത്ത് വെച്ചതിന് ശേഷം, അപ്പോൾ ഇത് ആറിയിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ. അരച്ചെടുത്ത് വെച്ചതിന് ശേഷം ഇനി നമ്മൾ ആ ചിക്കൻ വറുത്തിട്ടുണ്ട്. അപ്പോൾ വറുത്ത് തീർന്നിട്ടില്ല കേട്ടോ, കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്ന്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ രണ്ടാളും ഓരോ ജോലികൾ ചെയ്യുമ്പോൾ വേഗം വേഗം തീരൂലേ. അപ്പോൾ എൻ്റെ പാത്രം കഴുകലും എല്ലാം ഒപ്പം തീർന്നുകൊണ്ട് എനിക്ക് വേറെ പണികളില്ലാതെ ഇപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ കൂടുതലും നേരം ഇതിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നതെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പുലാവിൽ ഞാൻ മുഴുവൻ മസാല ഒട്ടും ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടില്ല, റൈസിൽ ഉപയോഗിച്ചിട്ടില്ല, ഇതിലും ഉപയോഗിച്ചിട്ടില്ല. ഇത്തിരി ബിരിയാണി മസാലപ്പൊടി മാത്രമാണ് ഇട്ടേക്കണം കേട്ടോ. അതാണ് കൂടുതൽ ഇവർക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഈ ഇത് മുഴുവൻ മസാലയുടെ അതൊക്കെ പെറുക്കി ചില സമയത്ത് ഇങ്ങനെ കളയുമ്പോഴത്തേക്കും ഒരു ഇഷ്ടക്കുറവാണ്. അപ്പോൾ അതില്ലെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി ഇങ്ങോട്ട് കഴിക്കാമല്ല. അപ്പോൾ ഇത്തിരി ഇത് ബിരിയാണി മസാല മാത്രമാണ് ഇട്ടേക്കണം, വേറെ ഒന്നും ഇട്ടിട്ടില്ല. എന്നിട്ട് ഇനി ഇത് റൈസിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്രയുള്ള പരിപാടി അത് കഴിഞ്ഞ്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ചിക്കൻ 65ൻ്റെ പണി മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാൻ രാത്രിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അടക്കി പിടിച്ചാണ് സംസാരിക്കുന്നത്. അപ്പുറത്തെ വീട്ടുകാർക്ക് ഡിസ്റ്റർബൻസ് ആണ്ടെന്ന് വിചാരിച്ച്. കാരണം ഇന്ന് ഇപ്പോൾ റൂബിക്ക് സ്ഥിരം പുറത്ത് പോക്കലും അകത്ത് കയറലും ഇത് തന്നെ തൊഴിൽ. എന്നെ കിടത്തിയിട്ടില്ല. ഞാൻ റിച്ചാർഡും കൂടി പല തവണയും പുറത്തിറക്കുക, അകത്ത് കയറ്റുക. അപ്പോൾ അവൾക്ക് എന്തോ ഒരു അസ്വസ്ഥത, അതാ കാര്യം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉറക്കം ഇല്ലാത്തതുകൊണ്ട് ഏതായാലും വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ അതേ നമ്മുടെ റൂബിയുടെ ചിക്കൻ്റെ 2 ലെഗ് പീസും പിന്നെ നമ്മൾ ബ്രസ്റ്റ് പീസ് എടുത്തതിൻ്റെ ബാക്കി ആ എല്ലിൻ്റെ പീസുകളെല്ലാം കൂടിയിട്ടാണ് റൂബിക്ക് വേവിച്ചെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ റൂബിക്ക് 2 ചിക്കൻ ലെഗ് പീസ് എടുത്തിട്ട് ബാക്കി അവിടെ വെച്ച് രാത്രി നമുക്ക് പുറത്തുള്ള ഡോഗ്സിനും കൊടുക്കണമല്ലോ. അപ്പോൾ എനിക്ക് വയ്യാണ്ടായ കുറച്ച് ദിവസങ്ങളിൽ 1-2 ദിവസം നമ്മൾ കൊടുത്തില്ല കേട്ടോ. കാരണം ഞാൻ തന്നെ വേണതൊക്കെ പുരട്ടി എടുത്തിട്ടൊക്കെ കൊടുക്കാനാണ്. അത് കയ്യിലേക്ക് കൊടുത്താൽ കൊടുക്കുമെന്നുള്ളൂ. അല്ലാതെ ഇപ്പോൾ ചോറിട്ട് പുരട്ടി കൊടുക്കാനൊന്നും പപ്പയൊക്കെ പിള്ളേർക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അരിശം കയറുകയും ചെയ്യും. മമ്മി വെറുതെ പോയിട്ട് വള്ളി പിടിക്കാൻ നടക്കണേന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്കേ പറയുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ ആരോടും കൊടുക്കാനൊന്നും പറഞ്ഞില്ല. നമ്മൾ തല പൊങ്ങുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതേ റൂബിക്ക് ചിക്കൻ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ഓടിപ്പോയ പോക്ക് കണ്ട. അപ്പോൾ അവൾ കിടക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ എൻ്റെ തെർമൽ കുക്കർ എടുത്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, അവിടെ പോയി കിടക്കാൻ പറ്റണില്ല. അങ്ങനെ അതിൻ്റെ അരികിലാണ് പോയി കിടക്കണം ഇപ്പോൾ ആൾ. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ, ഞാൻ വേഗം അതേ എണ്ണയിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച 4 കൂട്ടം സാധനങ്ങൾ, വേപ്പില, ഉണക്കമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടിട്ട് അതിനാവശ്യമായ ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് ഇളക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ റോജറിന് ഫോൺ വന്നിട്ട് അങ്ങോട്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ അപ്പുറത്തോട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ അതൊന്ന് പച്ച ഒന്ന് മാറുന്ന സമയത്ത് നമുക്ക് അരപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അരപ്പ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ആക്കിയേക്കണത്. എങ്കിലും അതിലിത്തിരി വെള്ളം ചേർത്ത് അരച്ചേക്കുന്നത് കൊണ്ട് തന്നെ ആ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി നേരോട്ടൊന്ന് മൂപ്പിക്കണം. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റാണ് ഈ സംഭവത്തിന്. അതിൻ്റെ ഏറ്റവും ഫ്ലേവർ കൊടുക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഈ 4 കൂട്ടം സാധനങ്ങൾ. ഇത് കൂടുതലിട്ടാലേ ഇതിന് ടേസ്റ്റ് ഉള്ളൂ. ഇതിനേലും കൂടുതലിടണം ശരിക്കും വെളുത്തുള്ളിയൊക്കെ. ഭയങ്കര അതിൻ്റെ ഒരു ഫ്ലേവർ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഫ്ലേവറാണ് ഈ 4 കൂട്ടം സാധനങ്ങൾ ചേരുമ്പോൾ ഉണ്ടാവുന്നത് കേട്ടോ. അത് നമുക്ക് കാണുമ്പോൾ വലിയ പ്രത്യേകതകൾ തോന്നില്ല, പക്ഷേ ഭയങ്കര ഒരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു അരപ്പിനകത്തേക്ക് ഇട്ട് ഒന്ന് മൂത്ത് കഴിയാൻ നേരത്ത് നമുക്ക് ആ ചിക്കൻ പീസസും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കോട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ ചിക്കൻ 65ൻ്റെ. ഇനിയിപ്പോൾ ചിക്കൻ 65 ഇതുപോലെ ആക്കിയിട്ടില്ലെങ്കിൽ ആ വറുത്ത രൂപത്തിലെടുത്ത് കഴിച്ചാലും നല്ലത് തന്നെയാണ്. എങ്കിലും ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന ആ ഒരു സ്പെഷ്യൽ രുചി കിട്ടുന്ന ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ചെയ്താലാണ് അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. പിന്നെ പപ്പടത്തിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. ഇതിൻ്റെ മീതിൽ പപ്പടം വറുത്തിട്ടാറുണ്ട് ആളുകൾ. ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനിത് മറന്നുപോയി. അല്ലെങ്കിൽ ഇത്തിരി പപ്പടം കൂടി ഇതിൻ്റെ മീതിൽ വറുത്തിട്ട് കഴിഞ്ഞാൽ അതൊരു കാണുമ്പോഴും അത് കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ചിക്കൻ 65 ഇങ്ങനെ ലെഗ് പീസ് ഇടണേലും നല്ലത് ചെറിയ ചെറിയ പീസസ് ഇടണം. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ പീസസ് ഇനി ഇല്ലാത്തതുകൊണ്ടും നമ്മൾ റിച്ചാർഡിന് കൂടുതലും ബ്രസ്റ്റ് പീസാണ് വേണ്ടത്. അപ്പോൾ അവന് വേണ്ടേ എന്നുള്ള ഒരു ഇതിലുമാണ് ഞാൻ ചിക്കൻ്റെ ലെഗ് പീസിനകത്ത് ചേർത്തത് കേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മളുടെ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞ് അതിന് ശേഷം പോയിട്ട് കിടന്ന് ഉറങ്ങി, നല്ല രീതിയിൽ ഉറങ്ങി എഴുന്നേറ്റ് വന്നതിന് ശേഷമാണ് പിന്നെ ചായയൊക്കെ ഇടാൻ വന്നത് കേട്ടോ. അപ്പോൾ പപ്പയായിട്ട് ആദ്യം കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ സാവധാനമൊക്കെ കഴിച്ച് അങ്ങനെ എഴുന്നേറ്റ് പിന്നെ ഉറങ്ങി അങ്ങനെയൊക്കെ. അപ്പോൾ ചായ ഇടാൻ നേരത്തുനിന്ന് ഞാൻ ഒരു സ്പെഷ്യലായി ഇരിക്കട്ടെ എന്ന് വെച്ച് ഞാനന്ന് ബജി മേടിക്കാനായിട്ട് അവിടെ പോയിട്ട് കുറേയധികം നേരം അരമണിക്കൂറോളം നിന്നെന്ന് പറഞ്ഞില്ലേ അവൻ്റെ കായ ബജ്ജി ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അവിടെ ചായ ആ ഒരു തട്ടുകടയിൽ ചായ ഇങ്ങനെ പല രീതിക്കുള്ള ചായ ചോദിച്ച ആളുകൾ തന്നെ ഉണ്ട്. അപ്പോൾ ആ ചായകൾ ഇത് കടുപ്പം കൂടിയത് കടുപ്പം കുറഞ്ഞത് പല രീതിക്കുള്ള ചായ ചോദിക്കുമ്പോഴത്തേക്കും ആ പുള്ളി അവിടെ പാല് തിളപ്പിച്ചിട്ടിട്ടുണ്ട്, ചായയും തിളപ്പിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി ഇങ്ങനെ കണക്കനുസരിച്ച് മിക്സ് ചെയ്ത് ഇങ്ങനെ അടിച്ചങ്ങോട്ട് ചായ കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് പിന്നെ ഇന്നിവിടെ ഇങ്ങനെ അങ്ങോട്ട് ചായ ഉണ്ടാക്കാമെന്ന് ആ ഒരു രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചില്ലേ. സംഭവം അപ്പുറത്തെ ചായ ഇത്തിരി വെള്ളം കൂടിപ്പോയി. അതായത് കുറച്ച് ചായ വെള്ളം ഇട്ടിട്ട് അതിനകത്ത് കൂടുതൽ ചായപ്പൊടി ഇട്ട് നല്ല കട്ടയിട്ട് എടുത്തിട്ട് വേണം ഇതിനകത്തേക്ക് ഇത് പാലിലേക്ക് ചേർക്കാൻ. പക്ഷേ അപ്പുറത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ ചായ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം പോലത്തെ ചായ അത് മൊത്തത്തിൽ ഒഴിച്ചില്ല. അപ്പോൾ അതിൻ്റെ കടുപ്പവും കുറഞ്ഞു പോയല്ല. അപ്പോൾ ഇതുപോലത്തെ പൊട്ടത്തരങ്ങൾ മൊത്തം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പനിയുടെ ഹാങ് ഓവറിലാണ് കേട്ടോ. അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. നമ്മളുടെ ഒരു വെളിവൊന്നും കറക്റ്റായിട്ടല്ല. ഇപ്പം നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഞാനെല്ലാം ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ വെളിവൊന്നും കറക്റ്റായിട്ട് എനിക്ക് വന്നിട്ടില്ല. എന്തൊക്കെയോ ചെയ്യുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിൽ ആളുകളുള്ളപ്പോഴത്തേക്ക് അവർക്ക് ഇത്തിരി ഭക്ഷണവും വെള്ളമൊക്കെ കൊടുക്കണമല്ല എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണിത്. ഈ സ്ത്രീ എന്ന് പറയുന്ന ആൾക്ക് പകരം വെക്കാൻ സ്ത്രീ അത് തന്നെയുള്ള കേട്ടോ, വേറെ ആർക്കും പറ്റൂലെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓരോ അസുഖങ്ങൾ വരുമ്പോഴത്തേക്കാണ് നമുക്കത് മനസ്സിലാകുന്നത് കേട്ടോ. പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുള്ളും നമുക്ക് സപ്പോർട്ട് ചെയ്യും, പക്ഷേ ഇവർക്ക് പറ്റുന്നില്ല ചെയ്യാനായിട്ട്. റോജനാണെന്നുണ്ടെങ്കിലും അവൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ വന്ന് കിച്ചണിലെ ജോലികളൊക്കെ കുറേ നേരം നിന്ന് ചെയ്യാനൊക്കെ ഒന്നും പറ്റൂല. പപ്പയ്ക്ക് പിന്നെ അറിയേയില്ല ഇത്, അതിനെക്കുറിച്ച് യാതൊരു അറിവില്ല. പിന്നെ ഇത്രയും പ്രായമുള്ള ഒരാളെ അത് പഠിപ്പിച്ചെടുക്കണതിലും നല്ലത് നമ്മൾ കയറി ചെയ്യുന്നതാണ്. റിച്ചാനാണെന്നുണ്ടെങ്കിലും പാചകം ഷിപ്പിൽ അവൻ പാചകം ചെയ്യും. പക്ഷേ അവൻ പറഞ്ഞത് ഇവിടെ സാധനങ്ങൾ ചീത്തയായി പോയാൽ എടുത്ത് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റഡാണ്. ഷിപ്പിൽ അങ്ങനെയല്ല, ഒരുപാട് സാധനങ്ങളുണ്ട്, കുറച്ച് കളഞ്ഞാലും ഒന്നും പ്രശ്നമില്ല. പക്ഷേ നമ്മളുടെ വീട്ടിലെ സാധനങ്ങൾ ലിമിറ്റഡാണ്. അപ്പോൾ അത് ഇല്ലെന്നുണ്ടെങ്കിൽ കടയിൽ പോയി മേടിക്കേണ്ടി വരുമെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവൻ എനിക്ക് ഓർഡർ ചെയ്തൊക്കെ തരണം കേട്ടോ. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ അവൻ സന്ധ്യക്ക് തന്നെ എനിക്കുള്ള ആ ഒരു സാലഡൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ പനീർ സാലഡ്, ചിക്കൻ സാലഡ്, അങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സാലഡാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ ഒരെണ്ണേ കഴിച്ചോളൂ, അതുകൊണ്ട് ഒരെണ്ണം പിറ്റേ ദിവസത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഇല്ലേ ഇന്നത്തെ വീഡിയോൻ്റെ അവസാനം ഇല്ലേ ഞാൻ നമ്മുടെ റിച്ചാർഡ് കേഡ് ബോയ് ആയിട്ട് പോയ ഫസ്റ്റ് ഷിപ്പ് പനാമ കനാൽ ക്രോസ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിട്ടും ഞാനത് ശ്രദ്ധിക്കാതെ പോയൊരു വീഡിയോ ആയിരുന്നു. അത് റിച്ചാർഡ് തന്നെയാണ് എന്നെ കാണിച്ചത്. മമ്മി ഇത് മമ്മി കണ്ടിട്ടില്ല, ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മമ്മിക്ക് സെൻഡ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു, മമ്മി ഇത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനിത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോഴാണ് എനിക്ക് തോന്നിയത് നിങ്ങളത് കാണിക്കണമെന്ന് കേട്ടോ. അപ്പോൾ ഇത് അറിഞ്ഞിട്ടാണ് നമ്മുടെ സാലഡ്, പനീർ സാലഡാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥന കഴിഞ്ഞെല്ലാം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഡിന്നർ കഴിക്കുന്നത്. ഇപ്പം നേരത്തെ തന്നെ ഡിന്നറൊക്കെ കഴിക്കുന്നുണ്ട്. അസുഖം ആയതുകൊണ്ട് തന്നെയും എത്രയും പെട്ടെന്ന് കിടക്കണമെന്നുള്ളൊരു ചിന്തയിൽ വേഗം ഡിന്നർ കഴിക്കണോണ്ട് ഒരുപാട് ടൈം നമുക്ക് കിട്ടുന്നുണ്ട് രാത്രി. പിന്നെ എന്താണ് 4:30 മണിയാകുന്നത് ഞാൻ എഴുന്നേറ്റ് പോകട്ടെ. എനിക്കങ്ങനെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉറക്കമൊക്കെ തീർന്ന് നമ്മൾ ഫ്രഷായിട്ട് നേരത്തെ എഴുന്നേറ്റിരിക്കും. അതാണൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം നേരത്തെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇല്ലേ ഇന്നത്തെ ഈ ഒരു പനാമ കനാൽ ക്രോസ് ചെയ്യുന്നത് റിച്ചാർഡിൻ്റെ ആദ്യത്തെ കേഡറ്റ് ഷിപ്പിൽ റിച്ചാർഡ് കയറിയ ഷിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ റിച്ചാർഡ് തന്നെ എടുത്ത വീഡിയോയുമാണിത്. അപ്പോൾ ഇതൊരു 10-12 മണിക്കൂർ വേണം ഈ പനാമ കനാൽ ഇങ്ങനെ ഇത് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് ഈ കയറുന്നത്. കുന്നിൻ്റെ മുകളിലേക്ക് നമ്മൾക്ക് ബസ്സും ഒക്കെ ഇങ്ങനെ ഓടിച്ച് കയറ്റാനായിട്ട് പാതകൾ ഉണ്ടാക്കാം. പക്ഷേ ഒരു ഷിപ്പ് ഓടിക്കണമെങ്കിൽ വെള്ളം വേണം. അപ്പോൾ അതിനുള്ള വെള്ളം സെറ്റ് ചെയ്യലാണ് ഈ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ഘട്ടൻ ലോക്സിലും ഇങ്ങനെ വെള്ളത്തിൻ്റെ അളവ് പമ്പ് ചെയ്ത് കൂട്ടി കപ്പലിനെ പൊക്കിയെടുത്ത് അടുത്ത ലെയറിലേക്ക് കയറ്റി പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് വെള്ളം കയറ്റിയെടുത്ത് ലോക്ക് ചെയ്ത് അത് പൊക്കിയെടുത്ത് അപ്പോൾ അങ്ങനെ ഷിപ്പിനെ ഈ കുന്നിൻ്റെ മുകളിൽ കൂടി താഴേക്ക് ഇറക്കണ പരിപാടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ 2 സൈഡിൽ കൂടിയിട്ട് ട്രെയിനാണ് പോയി പോകണത്. ആ ട്രെയിനാണ് ഇതിനെ വലിച്ച് പിടിച്ച് അങ്ങും ഇങ്ങും മുട്ടാതെ സേഫാക്കി ഷിപ്പിനെ ഈ ചെറിയ ഇടുക്ക് വഴി കൂടി കണ്ട ട്രെയിൻ കയറി പോയ പോക്കണ്ട മുകളിലേക്ക് അത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് 12 മണിക്കൂർ ഏകദേശം ഉണ്ടാവും. ഈ 12 മണിക്കൂർ
മണിക്കൂറിന് ചിലവാകുന്ന പൈസ എന്ന് പറഞ്ഞാൽ 10, 15, 20 കോടി രൂപയാണ് ഈ 12 മണിക്കൂറിന് അവർക്ക് കൊടുക്കാനുള്ളത്. ഇതിൻ്റെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീമമായ ചിലവാണ് ഈ പനാമ കനാൽ ക്രോസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ റിച്ചാർഡൊക്കെ പോയത് ഏകദേശം ഇവരുടെ ഷിപ്പിന് 13 കോടി രൂപയോളമാണ് ഈ ഒരൊറ്റ 12 മണിക്കൂറിൽ അവിടെ ചിലവാക്കി അവിടെ അവർക്ക് ചാർജ് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ കേട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അതിശയിച്ച് പോകും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കടലുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. അപ്പോൾ ആ ട്രെയിൻ ഇങ്ങനെ കയറിപ്പോണുണ്ട്. അടുത്ത ആ ഒരു ഗട്ടൺ ലോക്ക് ആക്കാൻ വേണ്ടിയിട്ട് അത് ലോക്കിൽ കിടത്തിയിട്ട് വെള്ളം പൊക്കണേണ്. വെള്ളം പൊക്കി പൊക്കി പമ്പ് ചെയ്ത് ഈ ഷിപ്പിനെ പൊങ്ങി അതിൻ്റെ മുകളിൽ വരാൻ നേരത്ത് കണ്ട മുകളിൽ പൊങ്ങി വന്നില്ലേ, എന്നിട്ട് ആ ട്രെയിൻ അപ്പുറത്തേക്ക് അടുത്ത ഇതിലേക്ക് ലോക്കിലേക്ക് പോണേണ്. അപ്പോൾ അടുത്ത പൊക്കത്തിലേക്ക് പോണേ. പിന്നെ അതിനെ താഴേക്ക് നമുക്ക് എങ്ങാടെ പോകേണ്ടതെന്ന് വെച്ചാൽ അങ്ങാടെ ഇറക്കി വിടുകയാണ്. അപ്പോൾ ഇത് അടുത്ത ഷിപ്പ് അവിടെ വെയിറ്റിങ്ങിലുമാണ്. ഫ്രണ്ടിൽ വേറെ ഷിപ്പ് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ടൈം എടുക്കും. പുറകിലുള്ളതിന് കയറിപ്പോകണം, മുമ്പിലുള്ളതിന് പോകണം, നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മൾ പോകണം. അങ്ങനെ ഒത്തിരി ടൈം എടുത്താണ് ഇത് ഈ ഒരു പനാമ കനാൽ ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം ഇത് എനിക്ക് തന്നെ അറിയില്ല. ഇത് പപ്പയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴൊന്നും പപ്പ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. ഇപ്പോൾ കുട്ടികളായിട്ടാണ് എന്നെ ഇതൊക്കെ കാണിച്ചൊക്കെ തരുന്നത്. അപ്പോഴാണ് ഞാനും സത്യത്തിൽ അറിയണത് കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്